റൂമിലിരുന്ന് ബോറടിച്ചു. അപ്പം നമുക്ക് പടക്കം പൊട്ടിക്കുന്ന കാണാൻ പോവാം. അയൽക്കാരൊന്നുമില്ലാതെ എന്ത് മലയാളി. ദീപാവലിയൊക്കെ അല്ലേ, ഒന്ന് ചെറുതായിട്ട് നടന്നിട്ട് വരാം. തൊട്ടയൽപ്പക്കത്തുള്ള വീട്ടിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. छोटी इधर आ। हैप्पी दिवाली, हैप्पी दिवाली। आजा। जा जा बेटा जा। कौन डाला था रंगोली? मम्मी। സ്നേഹിക്കാനായിട്ട് ഭാഷയ്ക്ക് സ്ഥലങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ലല്ലോ. ഒരു 2 വർഷത്തെ പരിചയം മാത്രമേ ഉള്ളൂ ഞാൻ ഈ വീട്ടുകാരായിട്ട്. പക്ഷെ ഒരു 20 വർഷത്തെ പോലെയാണ് ഇവിടെ വന്ന. ദീപാവലി ആയതുകൊണ്ട് ഇവിടെ റോഡ് മൊത്തം ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. കോളേജിൽ പൂക്കളം മത്സരത്തിന് ഒരേ ക്ലാസ്സിലും കയറി ഇറങ്ങി പൂക്കളം കാണുന്ന പോലെയാണ് രംഗോലി ഇട്ട കാണാൻ ഞാൻ കയറി ഇറങ്ങി നടന്നത്. അപ്പോഴാണ് വേറൊരു കാര്യം കണ്ടേ. നമ്മൾ ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കണ പോലെ ഇവരും ദീപാവലിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർ വേറെയാണ് കേട്ടോ. എനിക്കാരും അറിയില്ല, എന്നാൽ അറിയുന്ന ഒരാളുണ്ട്. നിങ്ങൾക്കും അറിയായിരിക്കും. ഇതാണ് ഛത്രപതി ശിവാജി, ഇവിടുത്തെ മഹാരാജാവായിരുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അധികം നേരം ഞാൻ അവിടെ നിന്നില്ല. പിന്നെയും തിരിച്ച് നടന്ന് ഹോസ്റ്റലിലെ താഴെ തന്നെ പോയി. അവിടെയാണ് കുട്ടികളൊക്കെ പടക്കം പൊട്ടിക്കുന്നത്. നേരെ പിന്നെ അങ്ങോട്ട് ചെന്നു.